ഏതെങ്കിലും ഒരു സഹോദരനെ നമ്മൾ അപവാദം പറഞ്ഞാൽ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നടന്നാൽ, അത് സംഘടനയുടെ പേരിലാണെങ്കിലും ശരി, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് കുടുംബത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏത് വിഷയത്തിലാണെങ്കിലും പോലും ഒരാളെ പറ്റിയിട്ട് നമ്മൾ അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ മോശമായി പറഞ്ഞാൽ, അയാൾ പൊറുക്കുന്നത് വരെ അല്ലാഹു പൊറുക്കൂല. വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകളുണ്ടത്രേ. ആ 3 ആയത്തുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ആയത്തുകൾ 3ഉം 2 കാര്യങ്ങൾ അല്ലാഹു ചേർത്ത് പറഞ്ഞതാ. ഒന്ന് ഒരു വിഷയത്തോട് മറ്റൊരു വിഷയത്തെ ചേർത്ത് പറഞ്ഞ 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകൾ 3 ഒരു കാര്യം അടുത്ത കാര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാ. ഒരു കാര്യം ഇല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടാവുകയില്ല. ഒരു കാര്യം സ്വീകരിക്കപ്പെടാതെ മറ്റൊന്ന് സ്വീകാര്യമല്ല. ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അതിനോട് ചേർന്ന് പറഞ്ഞ കാര്യത്തിനും വീഴ്ച തന്നെയാണ്. അങ്ങനത്തെ 3 ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഏതാണ് ആയത്തെന്നറിയോ? അല്ലാഹു പരിചയപ്പെടുത്തുന്നു, അഖീമുസ്സലാ വആത്തുസ്സകാ. 3 ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് ഇതാണ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുകയാണ്, അഖീമുസ്സലാ വആത്തുസ്സകാ. നിങ്ങളെ നമസ്കാരം നിലനിർത്തുക, നിങ്ങളെ നമസ്കാരം നിലനിർത്തുക. വആത്തുസ്സകാ, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീടുക. പ്രിയപ്പെട്ടവരെ, ഒരു ആയത്ത് ഇതാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പടച്ച തമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഒന്ന് നമസ്കാരത്തിന്റെ വിഷയമാണ്, അടുത്തത് സക്കാത്തിന്റെ വിഷയമാണ്. ഒന്ന് അല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒന്ന് അടിമകളുമായി ബന്ധപ്പെട്ടതാണ്. നിസ്കാരം അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന കാര്യമാ, എന്നാൽ സക്കാത്ത് പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ സഹോദരങ്ങളെ? ഈ അടുത്തടുത്ത് പറഞ്ഞ ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാതെ പടച്ചവന് സക്കാത്ത് വേണ്ട. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ജീവിത ശൈലി പുലർത്തുന്ന ഒരാള് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തില്ലെന്നിരിക്കട്ടെ, അവന്റെ നിസ്കാരം അല്ലാഹു തആല അവന്റെ നിസ്കാരം ഒഴിവാക്കിയിട്ട് പടപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടുന്നവര് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരമില്ല. പക്ഷേ എവിടെയാണോ സങ്കടപ്പെടുന്ന കുടുംബമുള്ളത്, എവിടെയാണോ കെട്ടിച്ചേക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ടവരുള്ളവര്, എവിടെയാണ് പട്ടിണി കിടക്കുന്ന കുടുംബമുള്ളത്, അവിടെയെല്ലാ സാമ്പത്തിക സഹായം നൽകുന്ന ആളുകളാ. പക്ഷേ 5 നേര നിസ്കാരം അവന്റെ ജീവിതത്തിലില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന അവന് നിസ്കാരമില്ലെങ്കിൽ ആ സക്കാത്ത് പടച്ചവന് വേണ്ട. അതേപോലെ തിരിച്ചും നിങ്ങളൊന്ന് ചിന്തിക്കണേ. പരസ്പരം പൂരകമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ. 2ഉം പരസ്പര പൂരകങ്ങളാണ്. 5 നേര പള്ളികളിൽ നമസ്കരിക്കുന്നവനാ, പക്ഷേ പാവങ്ങളുടെ വിഷയത്തിൽ ഇടപെടാത്തവനാ. സക്കാത്ത് കൊടുക്കാത്തവനാണ്. പട്ടിണി കിടക്കുന്ന പാവങ്ങളെ മൈൻഡ് ചെയ്യാത്തവനാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവര് യാതൊരു നിലയിലുമുള്ള സഹായം നൽകാത്തവനാ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, അവന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട, സക്കാത്തില്ലാത്തവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, അതുപോലെ നിസ്കാരമില്ലാത്തവന്റെ സക്കാത്തും അല്ലാഹുവിന് വേണ്ട. അതുപോലെ വിശുദ്ധ ഖുർആൻ രണ്ടാമത് പരിചയപ്പെടുത്തിയ ആയത്ത് ഏതെന്നറിയോ? അനിഷ്കുർലി വലിവാലിദൈക, അനിഷ്കുർലി വലിവാലിദൈക. ഓ മനുഷ്യ, എനിക്ക് നീ നന്ദി കാണിക്കണേ, എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തണേ. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി രേഖപ്പെടുത്തണേ. ഇത് സഹോദരങ്ങളെ ഖുർആനിലെ 2ാമത്തെ ആയത്താണ്. ഈ 2 കാര്യങ്ങൾ പരസ്പര പൂരകങ്ങളാ. ഒന്നൊന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ് ശുക്ർ, രണ്ടാമത്തേത് പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മയും ബാപ്പയും അനുസരിക്കുന്ന
വിഷയമാ, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നില്ലാതെ മറ്റതല്ലാക്കു വേണ്ട. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് അള്ളാന്റെ പള്ളിയിൽ ഏറ്റിക്കാഫിരുന്ന അവന്റെ ഏറ്റിക്കാഫ് പടച്ചോന് വേണ്ട. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരെ, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ, അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തുന്നവരെ, നിങ്ങളുടെ ശുക്ർ അല്ലാഹു വേണ്ടത്രേ. എന്നാൽ ചിലരുണ്ട് മാതാപിതാക്കളോട് പ്രിയം വെക്കുന്നവരാ, അവർക്ക് വേണ്ട എല്ലാം നന്ദിയും കടപ്പാടുകളും നിർവഹിക്കുന്നവരാ, പക്ഷെ പടച്ചവന് ശുക്രില്ലാത്തവരാ. എന്നാൽ ആ ശുക്റും അല്ലാഹു വേണ്ട. ഇതാണ് രണ്ടാമത്തെ ആയത്തൊന്ന് പടച്ചവനും മറ്റു പടപ്പുകളുമായി ബന്ധപ്പെട്ടതാ. ഇനി മൂന്നാമതൊരായത്ത് കൂടിയുണ്ട്. ഏതെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണേ. ഇതെന്റെ സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ് ഇത്താഅത്തുല്ലാഹ്, രണ്ടാമത്തേത് ഇത്താഅത്തുർ റസൂൽ, പടപ്പുമായി ബന്ധപ്പെട്ടതാ. അല്ലാഹുവിനെ വഴിപ്പെടുന്നവർ റസൂലുള്ളാഹിനെ വഴിപ്പെടുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിന്റെ നവീനവാദികൾ പറയാറുണ്ടല്ലോ, അല്ല എന്തു പറഞ്ഞു ഞാൻ അനുസരിച്ചോളാം, അല്ല അല്ലാത്ത ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. പോരാ, പടച്ചതമ്പുരാ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അവൻ അനുസരിക്കാനാ. അതേ അനുസരണ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഇത്താഅത്ത് പൂർത്തിയാക്കുന്നവരല്ല. ഇനി ചില ആളുകളുണ്ട്, റസൂൽ എന്ത് പറഞ്ഞാലും അനുസരിക്കും, പക്ഷെ അല്ല പറയുന്നത് അനുസരിക്കൂല, അതും അല്ലാഹു വേണ്ട. ഇങ്ങനെ മൂന്ന് ആയത്തുകളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ, ഒന്ന് പടപ്പിനോടും മറ്റത് പടച്ചവനോടും ബന്ധപ്പെട്ട കാര്യങ്ങളാ. അതുകൊണ്ട് പടപ്പിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാതെ പടച്ചവന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നവരെ ഇല്ല. പടച്ചവന് നമ്മുടെ ഇബാദത്തുകൾ ഒന്നും വേണ്ട. അതുകൊണ്ട് 5 നേരം പള്ളിയിൽ പോകുന്നവർ കാണിക്കുന്ന ജാഗ്രത, പ്രിയപ്പെട്ടവരെ, അപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ടവനോട് നമ്മൾ കാണിക്കുന്നത് വരെ ഹജ്ജിന് പോകാനുള്ള താല്പര്യം, ഉംറ ചെയ്യാനുള്ള ത്യാഗ മനസ്ഥിതി ഉണ്ടല്ലോ, അത് നമ്മുടെ കൂടപ്പുറപ്പുകൾ സങ്കടപ്പെടുമ്പോൾ അവരുടെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പരാജയം അള്ളാഹുവിനോടുള്ള ഹുഖൂഖുകൾ പാലിക്കാത്തതല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമകളോടുള്ള വീഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ അങ്ങനെയൊക്കെ അള്ളാഹുവിനെ മാത്രം മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ എന്റെ റബ്ബിനെ അനുസരിച്ചോളാം, എന്റെ റബ്ബ് എന്ത് പറയുന്നു ഞാനത് അംഗീകരിച്ചോളാം, പടപ്പുകളുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്റെ അയ്യായിലെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രക്ഷപ്പെടാൻ പറ്റുമോ? പറ, തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? അള്ളാഹുവിനെ അനുസരിച്ച് കൃത്യമായി ഞാൻ എന്റെ റബ്ബും ഞാനും എന്റെ പടച്ചോനും, ഞാനും എന്റെ റബ്ബും, ഞാനും എന്റെ അള്ളാഹു, വേറെ ഒരു കാര്യങ്ങളും എനിക്കറിയണ്ട എന്ന തീരുമാനമെടുത്തിട്ട് ദിക്റും ശുക്റും ഫിക്റുമായിട്ട് കഴിയുന്ന ഈ അയ്യായിലെ ഒരാള് ബാങ്ക് കേട്ട ആ സമയത്ത് പറവകൾ പറന്ന് പാറിപ്പറന്ന് കൂട്ടിലേക്ക് പോകുന്നത് പോലെ പള്ളിയിലേക്ക് വരുന്ന ഒരാള് നിസ്കാരം കഴിഞ്ഞാൽ ഓടി വീട്ടിൽ വരും, നാട്ടിലുള്ള ഒരു വിഷയത്തിലും ഇടപെടുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നിയാ ഞാൻ പറയും, ആ തോന്നല് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ആ തോന്നല് തെറ്റിദ്ധാരണയാണ്, നിസ്സാരമാണെന്ന് കരുതരുത്. നബിയെ, ഞാൻ നല്ലവനാണോ? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കിക്കോ. എന്താ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്? ഞാനല്ല മോനെ അതിന് മറുപടി പറയേണ്ടത്, നിന്റെ അയൽക്കാരനോട് ചെന്നിട്ട് ചോദിക്കും ഞാൻ നല്ലവനാണോ എന്ന്. ഞാൻ നല്ലവനാണെന്ന് എന്റെ അയൽവാസി സർട്ടിഫൈ ചെയ്താൽ നീ നല്ലവനാണ്. അവൻ പറയാണ് നീ മോശക്കാരനാണ്, എന്നാ നീ മോശക്കാരൻ തന്നെ. അവിടെ ആരാ തീരുമാനിക്കേണ്ട നമ്മുടെ നന്മയെ പറ്റി, നമ്മുടെ തിന്മയെ പറ്റി? അടുത്ത് കിടക്കുന്നവരാണ്. എത്ര പേരുണ്ട് ഇപ്പോഴും മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്? ഞാനൊരു ജില്ല പറയുന്നില്ല, ജില്ല പറയാതെ ഞാനൊരു കാര്യം പറയട്ടെ.
ഈ ജില്ലയല്ല, മലപ്പുറം ജില്ലയല്ല, എന്തായിരുന്നാലും ഒരു ജില്ലയിൽ, അത് പേടിച്ചിട്ടല്ല, വെറുതെ ഫസാദ് ഉണ്ടാക്കണ്ടല്ലോ. ഞാനൊരു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ എന്നെ കൊണ്ടുപോയ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ആ കെട്ടിടം കണ്ടു എന്ന് ചോദിച്ചു. നമ്മുടെ ഈ മമ്പൗസാദ പോലുള്ള വലിയ ഒരു പള്ളി, ആ പള്ളി അല്ല, ഒരു വീട്, ഭയങ്കരമായൊരു വീടാണ്. എന്നിട്ട് പറഞ്ഞു, ഈ വീട് ആ കാണുന്ന പള്ളിയുടെ മുന്നിൽ നിന്നാൽ നേരെ ഈ വീട് കാണാം, നന്നായിട്ട് കാണും. പള്ളിയിൽ വരുന്നവരുടെ ഒക്കെ കണ്ണ് ആ വീട്ടിലാണ്. നല്ല മനോഹരമായൊരു വീടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാപ്പയുടെ അനുജൻ, എളാപ്പാന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ, എളാപ്പയുടെ മകൻ, അവൻ അത് സഹിക്കുന്നില്ല. അങ്ങനെ അവന്റെ വീട് പള്ളിയുടെ മുറ്റത്ത് നിന്നാ കാണണ്ട. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഒരു ഹർഫ് ഇതിൽ കളവ് പറയുന്നില്ല. തങ്ങൾ ചോദിച്ചാൽ, വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ജില്ല പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ ആ വീടിന്റെ അടയാളം കൂടെ പറഞ്ഞു കൊടുക്കും. പൊതുവായി ഞാൻ പറയുന്നില്ല. ആ മലപ്പുറം ജില്ലയല്ല കേട്ടോ, തിരുവനന്തപുരം ജില്ലയും അല്ല. ആ വീട്ടിന്റെ മുറ്റത്ത്, ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആ വീട് കാണാമെന്നുള്ളത് കൊണ്ട് വീടിന്റെയും പള്ളിയുടെയും ഇടയിൽ സ്ഥലം വാങ്ങിയിട്ട് 3 നില കെട്ടിടം അയാൾ കെട്ടി. എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യം അദ്ദേഹത്തിന് വാശി, പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇയാളുടെ വീട് കാണാൻ പാടില്ല. നിസ്കാരം ഉള്ളവനാണ്, ഇല്ലെങ്കിൽ പിന്നെ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ വീട് കാണാൻ കഴിയുമെന്ന് ഇയാൾക്ക് അങ്ങനെ അറിയാം? നിസ്കാരം കൊണ്ടാളാ. എന്നാലും അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ കാണാൻ പറ്റുന്നു. നിങ്ങൾക്കറിയോ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ്? ഈ മനുഷ്യൻ ചെയ്തത്, ഞങ്ങളുടെ നാട്ടിലെ പാരപ്പറ്റ് കെട്ടുക എന്ന് പറയും. എന്താ പറയണ നിങ്ങളെ? സൈഡ് ഇങ്ങനെ കെട്ടി മുകളിൽ അല്ലേ, അത് കെട്ടിയപ്പോഴും വീടിന്റെ ചില ഭാഗങ്ങൾ കാണാൻ പറ്റുന്നു. ഞാൻ ഹക്കാ പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ ആ വണ്ടിയിൽ കൊണ്ടുപോയിട്ട്, ഈ പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ചെറിയ ഉയരത്തിലും ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഉയരത്തിലുമാണ്. അങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ഉയരത്തിൽ കെട്ടിയങ്ങ് മറച്ചപ്പോഴേക്ക് സമ്പൂർണമായി വീട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് മറഞ്ഞു. അദ്ദേഹത്തിന് നിർവൃതിയായി. ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാ? നിസ്കാരമുള്ള ആളാണ്, നോമ്പുള്ള ആളാണ്, പള്ളിക്ക് സഹായിക്കുന്ന ആളാണ്. പക്ഷെ തന്റെ മൂത്താപ്പയുടെ മകന്റെ വീട് പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ ആരും കാണണ്ട. ആ ഒരു മനസ്ഥിതിയുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നല്ലവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജമലുൽ തങ്ങളല്ല. ഞാൻ നല്ലവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ കൂടെ വരുന്നവരല്ല. ഞാൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ സ്നേഹിതന്മാരോ എന്നെ സ്നേഹിക്കുന്നവരോ അല്ല. ഞാൻ നല്ലവനാണോ അല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ ചോദിച്ചു നോക്കണം, ഇയാൾ എങ്ങനെയുണ്ട്. അപ്പൊ അറിയാം. പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴല്ലേ ഇയാളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത്. ആ സമയത്ത് 100 നാവാണ് സഹാബത്തിന് നബിയേ, അയാള് നല്ല മനുഷ്യനാ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? അയാൾക്ക് സ്വർഗമാണ് സഹാബാ. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളോട് ചോദിച്ചു, ഇയാളെപ്പറ്റി നിങ്ങളുടെ നിലപാടെന്താ? അയാള് മോശക്കാരനാണ് നബിയേ, അയാളുടെ സ്വഭാവം ദുസ്വഭാവമാണ്. ആ സമയത്ത് തിരുനബി പറഞ്ഞു, ദഖലന്നാർ, അയാളുടെ സങ്കേതം നരകമാണ്. എന്തുകൊണ്ടെന്നറിയോ? ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് അയ്യായിലെ മമ്പൗസാദയുടെ കലാലയമുറ്റത്ത് ഒരുമിച്ച് കൂടിയ എന്റെ 100 കണക്കിന് സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പടച്ചവനോടുള്ള ബാധ്യതകളെ സമ്പൂർണമായി പാലിക്കുന്നവരെ, പടപ്പുകളോടുള്ള ബാധ്യതകൾ കൂടി പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇല്ലാത്തടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പൂജ്യം തന്നെയാണ്, സംശയമില്ല. നിങ്ങൾക്കറിയോ, വിശുദ്ധമായ ഖുർആനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാ. ഞാൻ ചോദിക്കുകയാണ്, അയ്യായയുടെ മുറ്റത്ത് നിങ്ങൾ എത്രയോ വഴുത കേട്ടവരാ. ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ പഠിക്കുന്നവരല്ലേ നിങ്ങൾ? ഖുർആനുമായി ബന്ധപ്പെട്ട്
പങ്കിടുന്നവരല്ലേ മലപ്പുറം ജില്ലക്കാര്. ഖുർആൻ ഹൃദയത്തിലേറ്റ് പരിശുദ്ധമായ ഖുർആനിനെ ജീവന്റെ ജീവനായി കാണുന്നവരെ, സുജൂദ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അടിമ ഉടമസ്ഥനായ പടച്ചവന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ വിധേയപ്പെടുന്നത് സുജൂദിലാണല്ലോ. ആ സുജൂദിൽ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടതെന്ന് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സുജൂദിൽ പറയേണ്ടത് എന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. ഖുർആന്റെ ഏത് സൂറത്തിലാണുള്ളത്? അറിയോ? ഈ ദുആ ഏത് സൂറത്തിലുണ്ടെന്ന് അറിയോ? രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ നമ്മൾ ഒരുപാട് ദിക്റും മജ്ലിസുകളിലും ഓൺലൈൻ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുകയാണല്ലോ. നിങ്ങൾക്കറിയോ സുജൂദിൽ ഈ പറയുന്ന ദിക്ർ ഖുർആനിന്റെ ഏതായത്താണെന്ന്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. ഏതായത്താ? ഏത് സൂറത്തിലാ? ഏത് ജുസുഇലാ? ഏത് ഭാഗത്താ? അങ്ങനെ വല്ലതും ഉണ്ടോ ഖുർആനില്? ഇല്ല. റുകൂ എന്ന് പറയുന്ന ഓച്ചാനിച്ച് നിൽക്കുക എന്ന മലയാള അർത്ഥമുള്ള ആ റുകൂ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന സുബ്ഹാന റബ്ബിയൽ അലീം വ ബിഹംദിഹി എന്നത് ഖുർആനിന്റെ ഒരായത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. റമളാൻ മാസം വരികയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ പുണ്യമായ റമളാൻ കടന്നു വരുമ്പോ റമളാൻ മാസത്തിലെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ, ആ ദിവസത്തിൽ ഞാൻ എന്താ പറയേണ്ടത് റസൂലേ? ആയിഷ ബീവി ചോദിക്കുമ്പോ ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് പറയണം നബിയേ? ആ സമയത്ത് തിരുനബി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് ആയിഷ പറയേണ്ടത്. ഇതേതായത്തിലാണ്, ഏത് സൂറത്തിലാണ് പ്രിയപ്പെട്ടവരെ? ഇല്ല. ഇങ്ങനെ നോക്കിയാൽ പ്രിയമുള്ളവരെ, അല്ലാഹുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഇബാദത്തിന്റെ വിഷയത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനകളെ പറ്റി ഖുർആനിലില്ല. നിസ്കാരത്തിന്റെ ഒരു കർമ്മങ്ങളെ പറ്റിയും നിസ്കാരത്തിന്റെ ഒരു ദിക്റിനെ പറ്റിയും ഖുർആനിലില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു സത്യവിശ്വാസിയോട് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്ന ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചല്ലോ, നാളത്തെ പ്രഭാത പൊട്ടിവിടരുമ്പോ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ട് ദിനമാണല്ലോ. ആ മനുഷ്യന് വേണ്ടി എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? പൂക്കോയാട്ടങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ശംസുൽ ഉലമയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ആനക്കര കോയക്കുട്ടി ഉസ്താദിന് വേണ്ടി എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളുടെ മരണപ്പെട്ടു പോയ വാപ്പ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ സഹോദരങ്ങള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളിൽ നിന്ന് മരിച്ചു പോയല്ലോ, അവർക്ക് എങ്ങനെ ദുആ ചെയ്യണമെന്ന് 6660 ചില്ലുവാനും ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ? ഏത് സമയത്താ പടച്ചവനത് പറഞ്ഞത്? അവനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അഖറബുമായ യഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിൽ വെച്ചാണല്ലോ. ആ സുജൂദിൽ എന്ത് ചൊല്ലണമെന്ന് ഖുർആനിലില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നലകളിലും മരണപ്പെട്ടു പോയ ഉസ്താദുമാർക്കുള്ള ദുആ എങ്ങനെയാ? റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലുണ്ട്, തന്റെ ചൂടും ചൂരുമേറ്റ് തന്നോടൊപ്പം രാത്രി പങ്കിടുന്ന മാറിടത്തിന്റെ സുഗന്ധമേറ്റ് വാങ്ങുന്ന, തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ്, അവർക്ക് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എങ്ങനെയാ
അങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവനുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ ഖുർആനിൽ നിന്ന് പറയാതിരിക്കുമ്പോഴും പടപ്പുകളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പരാമർശിച്ചില്ലേ? തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാക്ക് എങ്ങനെയാ ദുആ രക്കേണ്ടത്? ജന്മം നൽകിയ വാപ്പയ്ക്ക് എങ്ങനെയാ ദുആ രക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ചെറിയ പ്രായത്തിൽ എന്നെ കരുണയോടെ നോക്കിയ എന്റെ ഉമ്മാക്ക് വാപ്പാക്ക് നീ കരുണ ചൊരിയണം അല്ലാഹ്. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുആയല്ലേ? നോക്കിയ നിങ്ങൾ എത്ര മഹത്വമാണ് മാനുഷിക ഗുണങ്ങൾ, മാനുഷിക പരിഗണന, മാനുഷിക ബന്ധങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. 11 മണിയാകുമ്പോ 11 കാലാകുമ്പോ പ്രസംഗം നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് മംബഉ സആദക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിങ്ങൾ തരുന്ന സാധനങ്ങൾ, തരുന്ന ആ ഒരു തുക ഓഫർ ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ എഴുതിയെടുത്ത് നമുക്ക് നന്നായിട്ട് ദുആ ചെയ്ത് അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ മനോഹരമായ നമ്മുടെ മുൻഗാമികൾ അവരെ ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള, ഇന്നിപ്പോ എല്ലാം മാറിയല്ലോ, എല്ലാം മാറി. ഇന്നിപ്പോ ഉറൂസുകൾ പോലും എന്തോ ഒരു ശുദ്ധ അസംബന്ധങ്ങളാ ഉറൂസിന് പോലും നടക്കുന്നത്. ഒറ്റ ഒരുത്തനെയും അത് ഏത് മഹല്ല് കമ്മിറ്റിയാണെങ്കിലും പോയി പണി നോക്കണ, വീട്ടിലിരിക്കടാ എന്ന് പറയാൻ ഉലമാക്കൾക്ക് തന്റെ ഇടമുണ്ടാകണം. എന്താ കാര്യം എന്നറിയോ? മഹാന്മാരുടെ മക്കാമും ആ മക്കാമ് ഉറൂസ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. ഞാൻ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഒന്നുമല്ല, ഞാൻ 916 സുന്നി തന്നെയാണ്. പക്ഷേ ഇന്ന് ഉറൂസുകളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കുറെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. ആനയെ കൊണ്ടുവന്ന് മുട്ടയെടുത്തിട്ട് മരത്തിന്റെ പൊത്തിലിരിക്കുന്ന പാമ്പിന് കൊടുക്കുന്ന പരിപാടി. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉറൂസിന് അവിടെ കിടക്കുന്ന മഹാന് തിരിച്ചു വരാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുത്താൽ, ഈസാ നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞാൽ മരിച്ചടക്കുന്ന ആള് ചാടി എണീക്കുമായിരുന്നു. ആ ഒരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ എങ്ങാനും അല്ലാഹു കൊടുത്ത സകല മഖ്ബറകളിൽ നിന്നും മഹാന്മാർ എഴുന്നേറ്റ് അതിന്റെ കമ്മറ്റിക്കാരെ കഴുത്തിന് പിടിച്ചിട്ട് നാഭിക്ക് ചവിട്ടും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാന്റെ റസൂലിന്റെയും അള്ളാന്റെ ഔലിയാക്കളുടെയും പേരിൽ തോന്നിയാസം പൈസ വേണമെങ്കിൽ വേറെ പണി നോക്കണം, വേറെ പണിക്ക് പോകണം. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഉറൂസ് വേണം, മഹാന്മാരെ ആദരിക്കണം. അവരൊക്കെ നമ്മളെ പോലത്തെ മനുഷ്യരല്ല, സർവ്വതും അള്ളാഹ്ക്ക് ത്യജിച്ചവരാണ്. ഉറൂസുകൾ നടക്കണം. പക്ഷെ ആ ഉറൂസിന്റെ പേരിൽ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയ വായും തുറന്നു വെച്ചിട്ട് തൊട്ടപ്പുറത്ത് മരണക്കിണർ. ആർക്ക് വേണ്ടിയിട്ട്, ആരെ പ്രതിപ്പെടുത്താനാ? തൊട്ടപ്പുറത്ത് മരണക്കിണർ. ആ മരണക്കിണറിൽ പൈസ ഉണ്ടാക്കുന്നു. ഇവിടെ ഞാൻ നിന്ന് മതം പറയുന്നു. അപ്പുറത്ത് ദുനിയാവിന്റെ കച്ചവടം. പൈസ എന്താ ഇരിക്കുന്ന ഞാൻ കൊണ്ടാവുന്ന. പിന്നെ തങ്ങൾ എന്തായാലും എടുത്ത് തിരിച്ചിടണ്ട, അങ്ങോട്ടോളി തങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഈ ബക്കറ്റുകളെ തങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട, അത് വലിയൊരു തുകയാണ് എടുത്തത്. അപ്പൊ നിങ്ങളും ചെറുതാക്കി കളയരുത് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിലവിലുള്ള നോട്ട് 12 മണിയായില്ലേ, എപ്പോഴാ നോട്ടിന്റെ നിരോധനം പറഞ്ഞതെന്ന് പറയാൻ പറ്റൂല. ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാ തോന്നുന്നത്. അപ്പൊ ഏതായാലും ഉള്ളതിൽ ഏറ്റവും നോട്ട് ഇഷാവര നിങ്ങൾ കണ്ടത് ഏറ്റവും വലിയ നോട്ട് എടുത്തിട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സ്വതക്ക സ്വീകരിക്കട്ടെ. അല്ലാഹു ജാരിയായി സ്വതക്ക ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ശ്രദ്ധിച്ചോളി, ബക്കറ്റ് അതിന്റെ വഴിക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചോളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ലേ? ഇതെല്ലാം പഠിപ്പിച്ചതല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഉറൂസുകൾ, അത് പോട്ടെ, അതിന്റെ വഴിക്ക് നമുക്കങ്ങ് വിടാം. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇടപെടൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവൻ പൊറുക്കും. നമ്മുടെ റബ്ബല്ലേ, കരുണാമയനായ കാരുണ്യവാനായ പടച്ചോൻ പൊറുക്കാതിരിക്കോ നമ്മളോട്? പക്ഷേ ആ പടച്ചവൻ പഠിപ്പിച്ച പടപ്പുകളോടുള്ള കടമകളിൽ വീഴ്ച വരുത്തുന്നവനെ ഒരിക്കലും അല്ലാഹു വിടില്ല. നിസ്കാരം എത്ര റക്അത്താണെന്ന് ഖുർആനിലുണ്ടോ?
ഉണ്ടോ? നിസ്കാരം എത്ര വഖത്താണെന്നത് പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞതിനപ്പുറത്ത് വിശുദ്ധമായ നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല അതിനകത്ത് ഇങ്ങനെ നിസ്കരിക്കണം, കൈവിടെ കെട്ടണം, ആ നമസ്കാരം ആര് ഇമാമത്ത് നിൽക്കണം, ആര് മാമൂമായി നിൽക്കണമെന്ന് ഖുർആനിലില്ല. അതെല്ലാ തിരുനബിയുടെ വാക്കുകളിലാണ്, ഹദീസ് ശരീഫുകളിലാ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നോമ്പ് പിടിക്കുന്നതിനെ പറ്റിയിട്ട് നോമ്പ് ഇന്നത് മുറിച്ചാൽ ഇന്നത് കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകും, ഇന്നത് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഖുർആനിന്റെ ആയത്തുകളല്ല, അതെല്ലാം ഹദീസുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഹജ്ജിന് ഇന്ന വേഷം ധരിക്കണം, ഹജ്ജിന് ഇവിടെ നിന്ന് ആരംഭിക്കണം, ഇതെല്ലാം വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളോ ഉംറയുടെ രീതികളോ വിശുദ്ധ ഖുർആൻ പറയാതിരിക്കുമ്പോ സകാത്ത് എന്ന് പറയുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമെത്തിയപ്പോ ഹജ്ജ് അല്ലാഹുമായി ബന്ധപ്പെട്ടതാ, നോമ്പ് പടച്ചോരുമായി ബന്ധപ്പെട്ടതാ, നിസ്കാരം അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടതാ. അവിടെയെല്ലാം അല്ലാഹു തആല പറയുന്നതിൽ ലിമിറ്റ്സ് വെച്ചപ്പോൾ അല്ലാഹു സകാത്ത് എന്ന പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നില്ലേ? അവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയതെന്താ? ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പെങ്ങളെ. കണ്ണിൽ നിൽക്കുന്ന തന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് എടുത്ത് കൊടുക്കുന്നതിന്റെ പേരല്ല സക്കാത്ത്. റമദാൻ മാസത്തിൽ ഒരു കസേര വലിച്ചിട്ട് ആ കസേരയിലേക്ക് കയറിയിരുന്നിട്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ചില്ലറ വാങ്ങി ചേഞ്ച് വാങ്ങിയിട്ട് വലിയ ഒരു സഞ്ചിക്കകത്താക്കിയിട്ട് തന്റെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവർക്ക് 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 2 രൂപ, 1 രൂപ എന്ന നിലയില് മുഖം നോക്കിയിട്ട് എടുത്തു കൊടുത്തിട്ട് തന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ക്യൂ നഗരമധ്യത്തിലൂടെ അങ്ങനെ നീണ്ടു പോകുമ്പോൾ ഞാനിതാ വലിയ ധർമ്മിട്ടനാണ് എന്ന് സ്വയം പുകഴ്ത്തിയിട്ട് വലിയ ആളായിക്കൊണ്ട് ധർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ സക്കാത്ത് കൊടുത്തു എന്ന് അവകാശം പറയുന്നവരെ ഇല്ല, ഇതിന്റെ പേര് സക്കാത്ത് എന്നല്ല. സക്കാത്ത് അല്ലാഹു 8 കൂട്ടർക്ക് കൊടുക്കണമെന്നാ പഠിപ്പിച്ചത്. 9ാമതൊരു കൂട്ടരില്ല, 8 കൂട്ടം ആളുകളെ അല്ല എണ്ണിയല്ലേ പഠിപ്പിച്ചത്. നിസ്കാരത്തിന്റെ റക്അത്ത് അല്ല പറയാതിരുന്നപ്പോ ഹജ്ജ് ചെയ്യുന്നതിന്റെ അമലുകൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് അല്ല പറയാതിരുന്നപ്പോൾ സഹോദരങ്ങളെ നോമ്പ് പിടിക്കുമ്പോൾ ഏതെല്ലാം കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് പറയാതിരുന്നപ്പോ സക്കാത്തിന്റെ വിഷയം വന്നപ്പോ അല്ലാഹു തആല പറഞ്ഞതെന്താ? സൂറത്തു إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. അല്ലാഹു 8 കൂട്ടരെ എണ്ണി പറയുകയാ. 8 കൂട്ടം ആളുകളെ എണ്ണി പറഞ്ഞു, ഇവർക്കാ നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതിനപ്പുറത്ത് സക്കാത്തിന്റെ പൈസ പള്ളിക്ക് തായോ എന്ന് പറഞ്ഞ് വരുന്നവന് കൊടുത്ത സക്കാത്താവൂല. അതിന്റെ പേര് സദഖ എന്നോ ഹദി എന്നോ ഹിബത്ത് എന്നൊക്കെ ഗിഫ്റ്റ് എന്നൊക്കെ ആവുള്ളൂ. സക്കാത്ത് പള്ളിക്ക് വാങ്ങിക്കൂടല്ലോ, സക്കാത്ത് പള്ളിക്ക് വാങ്ങിക്കൂടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സക്കാത്ത് ഈ 8 കൂട്ടരല്ലാത്ത ഒരു കൂട്ടർക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് 5 സ്തംഭങ്ങളിൽ പഞ്ചസ്തംഭങ്ങളിൽ നിസ്കാരത്തിന്റെ ആ രീതിയും നോമ്പിന്റെ രീതിയും ഹജ്ജിന്റെ രീതിയും പറയാതെ അല്ലാഹു തആല മനുഷ്യരുമായി ബന്ധപ്പെട്ട സക്കാത്തിന്റെ വിഷയം വന്നപ്പോ ഇന്ന കൂട്ടർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, മാനുഷിക പരിഗണന ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ള പഠിപ്പിച്ചതാ. നിസ്കാരത്തിന് കുറവൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഇന്നത്തെ ആളുകളുടെ കുഴപ്പം പടപ്പുകളോടുള്ള കാര്യങ്ങളിൽ, ബാധ്യതകളിൽ നമുക്ക് വീഴ്ച. അത് അല്ലാഹു പൊറുക്കില്ല, അതൊരിക്കലും അല്ലാഹു നമ്മളിൽ നിന്ന് പൊറുക്കില്ല. നോക്കൂ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ സദസ്സിൽ വെച്ചെങ്ങാനും മരിച്ചുപോയാൽ എന്നെ കൊണ്ടുവയ്ക്കുന്ന ഖബറുണ്ടല്ലോ, അതിന്റെ പേര് ബർസഖ് എന്നാണ്. ബർസഖ് എന്ന് പറഞ്ഞ അർത്ഥം മറയെന്നാണ്. ജീവിച്ചിരിക്കുന്നവരെ ഖബറിന്റെ അടുക്കൽ വന്ന്, എന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ടവരാ 6 അടി മണ്ണിന്റെ അടിയിൽ ഞാൻ കിടക്കുമ്പോ എന്റെ ഖബറിന്റെ മുകളിൽ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും എന്റെ ഖബറിനകത്ത് നടക്കുന്നതിനെ പറ്റി നോക്കാൻ ഉദ്ദേശിച്ചാൽ, മണ്ണ് മാറ്റിയിട്ട് പലകയെടുത്തിട്ട് നോക്കിയാൽ എന്നെ എങ്ങനെയാണോ കൊണ്ടുവച്ചത് ആ പൊതിയപ്പെട്ട അവസ്ഥയിലല്ല
അവസ്ഥയല്ലാതെ കാണൂലല്ലോ. ഞാൻ നല്ലവനാണെങ്കിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റൂല. ഞാൻ മോശക്കാരനാണെങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റൂല. ഇതെല്ലാം മറയ്ക്കപ്പെട്ടതാണ്. അതാണ് പറഞ്ഞത് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നിങ്ങൾക്ക് മറയ്ക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഖബറാണത്. മരിച്ചവരെ പറ്റി അത്രയും പറഞ്ഞല്ല സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിനകത്ത് നടക്കുന്നതിനെ പറ്റി ഖുർആനിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണേ. പക്ഷെ മരണപ്പെട്ടു പോയ ആളിനെ പറ്റി പറയുന്നതിന് അല്ലാഹു തആല പരിധികൾ വെച്ചു. എന്നാൽ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ വാചാലമായി. അനന്തര സ്വത്ത്, ഭാര്യയ്ക്ക് ഇത്ര, ഉമ്മാക്ക് ഇത്ര. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. കാറ്റുപോയൊരു മനുഷ്യൻ, അവന്റെ ജീവൻ പോയി, അവനെ കൊണ്ടുവന്ന് അയ്യായ പള്ളി ഖബർസ്ഥാനിൽ അടക്കി. അതോടുകൂടി ചർച്ച തീർന്നു. അള്ളാന്റെ ഖുർആൻ പിന്നെ അവനെ പറ്റി പറയുന്നില്ല, അവനെ പറ്റി പറയുന്നില്ല, കഴിഞ്ഞല്ലോ. ഇനി അള്ള പറയുന്നത് എന്താണ്? ഈ മരിച്ചവന്റെ ഭാര്യ, ഈ മരിച്ചവന്റെ ഉമ്മ, ഈ മരിച്ചവന്റെ ബാപ്പ, ഈ മരിച്ചവന്റെ മക്കള്, ഈ മരിച്ചവരുടെ സഹോദരങ്ങൾ, അവർക്ക് ഈ സ്വത്തിൽ ഇത്രയുണ്ട്, സുമുനുണ്ട്, സുദുസുണ്ട്, റുബുണ്ട്, നിസ്ഫുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്ര ഓഹരി, ഇത്ര ഓഹരി, ഇത്ര ഓഹരി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ വാചാലമാകുന്നുണ്ട്. സൂറത്തുൻ നിസായില് ഹാഫിളീങ്ങൾ ചോദിച്ചറിയാം, ഏറ്റവും കൂടുതൽ പഠിക്കാൻ പ്രയാസമുള്ളത് ഈ ഭാഗങ്ങളെന്നാണ് പല ഹാഫിളീങ്ങളും പറഞ്ഞിട്ടുള്ളത്. വറാസത്തിന്റെ വിഷയം പറയുന്ന ആയത്തുകൾ അതെത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും. സാധാരണ നമുക്ക് യാസീൻ തിരിയും പോലെ ആയത്തുൽ അർദുൽ മൈതത്തു ഉണ്ട്, ആയത്തുൽ ലൈൽ നസ്ലഖു ഉണ്ട്, ആയത്തുൽ മന്ന ഹമൽന ഉണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് യാസീൻ തീരും. മരിച്ച മൂന്നാം പാത്തി കഴിഞ്ഞാൽ യാസീൻ തീരാതിരിക്കുകയും ചെയ്യും, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ അതുപോലെ ഹാഫിളീങ്ങൾക്ക് തെറ്റുന്ന ഒരു ഭാഗമാണ് വറാസത്തിന്റെ, അനന്തരാവകാശത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഭാഗങ്ങൾ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ. മരിച്ച ആളുകളെ പറ്റി പറയുന്നതിൽ അല്ലാഹു തആല ഒരു പരിധി വെച്ചിട്ടുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി ഇത്ര കൊടുക്കണം, ഇത്ര കൊടുക്കണം, അവരുണ്ടെങ്കിൽ അവർക്ക് ഇത്രയേ ഉള്ളൂ, മറ്റവര് കൂടുതലുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. മാനുഷിക ബന്ധങ്ങൾക്ക് ഖുർആൻ വലിയ സ്ഥാനമാണ് കൊടുത്തത്. നമ്മളും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലാഹുമായിട്ടുള്ള കടമകളെ പാലിക്കുന്നതോടൊപ്പം പടപ്പുകളോടുള്ള വിഷയത്തിൽ ജാഗ്രത വേണേ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതെന്നറിയോ? അയ്യായയിലെ പ്രിയപ്പെട്ടവരെ, നമസ്കാരമാണല്ലോ ഒരു സത്യവിശ്വാസിയും ഒരു സത്യനിഷേധിയും തമ്മിൽ മറയ്ക്കുന്ന, അവർ രണ്ടുപേരെയും തമ്മിൽ വ്യത്യസ്തനാക്കുന്ന ഇബാദത്ത് നിസ്കാരമാണല്ലോ. ആദ്യമായിട്ട് നിർബന്ധമാകുന്ന നിസ്കാരമാണല്ലോ. ലോകം അവസാനിക്കുന്നത് വരെയും നിലനിൽക്കുന്നത് നിസ്കാരമാണല്ലോ. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തത് നിസ്കാരമാണല്ലോ. ആ നമസ്കാരത്തെ പറ്റിയല്ല ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തുള്ളത്. നോമ്പിനെ പറ്റിയല്ല, സകാത്തിനെ പറ്റിയിട്ടല്ല, ഹജ്ജിനെ പറ്റിയല്ല. ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാ ഒരൊറ്റ പേജുള്ള ഒരു ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചു. കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടത്. ഞാൻ തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ വാങ്ങിയത് ചിലപ്പോ 1000 രൂപയായിരിക്കും. തങ്ങൾ ഉസ്താദ് ഒരു പേപ്പർ എടുത്ത് കൃത്യമായി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതണം, ഇത്രാം തീയതി ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നയാളിന് ഞാൻ ഇത്ര രൂപ കൊടുത്തു. നമ്മൾ ചോദിക്കും, ഇത്രയും വലിയ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ബുഖില് മാറിയില്ലേ എന്ന് ചോദിക്കും. 2000 രൂപ വാങ്ങിയപ്പോ 3 പേപ്പറിൽ എഴുതി വെച്ചിരിക്കുക 2 പേരുടെ സാന്നിധ്യത്തില്. നമ്മൾ അവനെ ബഖീൽ എന്ന് വിളിക്കില്ലേ ഒരാളെ? അല്ലെ, അങ്ങനെയല്ലേ വിളിക്കാറ്? 2000 രൂപ ഞാൻ ചോദിക്കാൻ പെട്ടെന്ന് എടുത്ത് പോവല്ലേ എന്ന് പറഞ്ഞ ഇതിലൊന്ന് ഒപ്പുവെച്ചേ, ഞാൻ എഗ്രിമെന്റ് എഴുതിയിരിക്കുകയാണ്, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറയും, ഓ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എടോ, അത് ഖുർആനിന്റെ അധ്യാപനമാണ്. അല്ലാത്തവർക്ക് പണി കിട്ടിയിട്ടുമുണ്ട്. ഖുർആന്റെ അധ്യാപനമാണത് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഏറ്റവും വലിയ ആയത്ത് കടം വാങ്ങൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആയത്താണ്. ഒറ്റ പേജാണ്, ഒറ്റ പേജാ. നിസ്കാരത്തെ പറ്റി പറഞ്ഞ എന്താ? അഖീമുസ്സലാ. ഒറ്റ വാചകം, ഒറ്റ വാചകം അല്ലേ?
നോമ്പിനെ പറ്റി പറഞ്ഞത് എന്താ? കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനെ സമാനമായ 1-2 ആയത്തുകൾ. ഹജ്ജിനെ പറ്റി പറഞ്ഞത് എന്താ? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹു തആല എല്ലാം ചുരുക്കി പറഞ്ഞു. മനുഷ്യരുമായി ബന്ധപ്പെട്ട കടം അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോഴോ ഒരൊറ്റ പേജ് നിറച്ച് അല്ലാഹുവിന്റെ ഖുർആൻ വാചാലമായി. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജാഗ്രത വേണമെന്ന, നമ്മൾ ആ വിഷയത്തിൽ സൂക്ഷിക്കണമെന്ന. ഇനി ഞാൻ പറയട്ടെ, ഏറ്റവും പ്രധാനമായി ഞാൻ ഉണർത്താനുള്ളത്, ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്തും അത് തന്നെയല്ലേ. നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാ? ഒരു മനുഷ്യനെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കരിക്കുന്ന മനുഷ്യന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നല്ലേ? ശരി തന്നെയാ. ഇഖ്ലാസിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നു. ഒരു അമലിൽ അല്ലാഹു കൊടുക്കുന്ന 10 അമലിന്റെ കൂലിയാ. ഇത് നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ. 100 രൂപ ബക്കറ്റിലിട്ടാൽ നിങ്ങൾക്ക് അല്ലാഹു എഴുതുന്നത് എത്രയെന്നറിയോ? 1000 എന്നാണ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞവൻ അല്ലാഹു എഴുതുന്നത് 10 സുബ്ഹാനല്ലാഹ്. എന്നാൽ നോമ്പ് പിടിക്കുമ്പോഴും അങ്ങനെ തന്നെ, ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിലും അങ്ങനെ തന്നെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്തുണ്ട്. ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് അത് തന്നെയാണ്. അത് സക്കാത്തും അതുപോലെ സദഖയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹു പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേൾക്കണേ. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അഥവാ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തിന്റെ ഉപമ എന്താണെന്നറിയോ? കമസലി ഹബ്ബത്തിൻ, കമസലി ഹബ്ബത്തിൻ. ഒരു ധാന്യമണി പോലെയാണ്, ഒരു ധാന്യമണി പോലെയാണ്. 57 സനാബില. അത് മണ്ണിൽ കുഴിച്ചു വെച്ചപ്പോൾ 7 കതിരുകൾ പൊട്ടിച്ചു. 7 കതിരുകൾ, നെൽക്കതിരുകൾ വന്നു. മുളപ്പിച്ചതോ ഒരൊറ്റ നെൽമണിയാണ്. അത് കുഴിച്ചു വെച്ചിട്ട് വെള്ളമൊഴിച്ചപ്പോൾ സഹോദരങ്ങളെ 7 നെൽക്കതിരുകൾ അതിൽ നിന്ന് പൊട്ടി വരികയാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബാ. ഓരോ കതിരുകളിൽ 100 മണികളാണ് അല്ലാഹു കൊടുത്തത്. വെച്ചതെത്ര? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരണോ? നിങ്ങളാണ് മിണ്ടായിരിക്കുന്ന. ഉറക്കം വരുന്നില്ലല്ലോ. 1 മണി വെച്ചു, 1 നെൽമണി വെച്ചു. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിച്ച് പരിപാലിച്ചു. അപ്പോഴേക്ക് അതിൽ വന്നതെന്താ? 7 കതിരുകൾ, 7 ശിഖരങ്ങൾ പൊട്ടി. പാടത്ത് നിങ്ങൾ നോക്കി അറിയാം, ഈ ഓരോ ശിഖരങ്ങളിൽ, ഓരോ കതിരുകളില് അല്ലാഹു തആല പറയുന്നു, മിഅത്തു ഹബ്ബ, 100 നെന്മണികളെ അല്ലാഹു തആല കൊടുത്തു. അപ്പൊ എത്രയായി? അപ്പൊ എത്രയായി? എത്രയായി? 1 മണി വെച്ചു, നെൽമണി വെച്ചു. ആ നെൽമണി ഒരെണ്ണം വെച്ചപ്പോൾ അതിൽ 7 കതിരുകൾ പൊട്ടി. ആ 7 കതിരിൽ, ഓരോ കതിരിലും 100 നെൽമണികൾ വീതം. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 700 ആയി. മലപ്പുറത്ത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. 700 നെൽമണികളായി. 700 എണ്ണം. വെച്ചതെത്ര? 1. കിട്ടിയതെത്ര? 700. ഇതാണ് സ്വതക്ക കൊടുക്കുന്നതിന്റെ പുണ്യം. ഇതാണ് സ്വതക്ക കൊടുക്കുന്നതിന്റെ പുണ്യം. ഈ വിവരണം നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞില്ല. ആരെങ്കിലും നിസ്കരിച്ചാൽ, 1 റക്അത്ത് നിസ്കരിച്ചാൽ അവന് 700 റക്അത്ത് നിസ്കരിച്ച കൂലിയാണെന്ന് ഖുർആനിലില്ല. 1 നോമ്പ് ഒഴിച്ചാൽ അവന് 700 നോമ്പ് ഒഴിച്ച കൂലിയാണെന്ന് ഖുർആനിലില്ല. 1 ഹജ്ജ് ചെയ്താൽ അവന് 700 ഹജ്ജിന്റെ കൂലിയാണെന്ന് ഖുർആനിലില്ല. പക്ഷെ അല്ലാഹു പറഞ്ഞത് ഇതൊക്കെ അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ, സക്കാത്തിന്റെ വിഷയം, സദഖയുടെ വിഷയം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, 1 നെൽമണി വെക്കുന്നവനെ പോലെയാണ്. 7 കതിര് പൊട്ടി, ഓരോ കതിരിലും 100 നെൽമണി വീതം. 700, 1-ന് 700 പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നു. ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടല്ല പറഞ്ഞതാ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും
ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ നിയമം എന്താണ്? അതിനു മുമ്പുള്ള വുളുവിന്റെ നിയമം എന്താണ്? വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവസ്ഥ, ഒരു വലിയ മുറിവ് കയ്യിൽ പറ്റി ഒരിക്കലും കഴുകാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം നനഞ്ഞു പോയാൽ ശരീരത്തിന്റെ അവയവത്തിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് വിദഗ്ധനായ നിപുണനായ ഡോക്ടർ പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമം വന്നില്ലേ? ഫതയമ്മമൂ, നിങ്ങൾ വെള്ളം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മണ്ണെടുത്ത് തയമ്മം ചെയ്യുക. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയം നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിന്ന് നിസ്കരിച്ചോ. ഇനി നിൽക്കാൻ പറ്റും, പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാനേ പറ്റോളെങ്കിൽ നീ ഇരുന്ന് നിസ്കരിച്ചോ. എല്ലാത്തിനും അല്ലാഹു തആല നിസ്കാരത്തിൽ ഇളവ് തന്നല്ലോ. നാലുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായി നിസ്കരിക്കാൻ ഖസ്റല്ല തന്നില്ലേ, ജംഅ അല്ലാഹു തന്നില്ലേ, എല്ലാ ആനുകൂല്യങ്ങളും അല്ലാഹു തന്നു. നോമ്പിന്റെ വിഷയം വരുമ്പോ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചാ മതി. വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു നിനക്ക് പട്ടിണി കിടക്കാൻ പാടില്ല, വെള്ളം കൃത്യമായി കുടിച്ചില്ലെങ്കിൽ നിനക്ക് അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ നോമ്പ് നിനക്ക് വിടാമല്ലോ. യാത്ര ചെയ്യുന്നവന് നോമ്പില്ലല്ലോ. അവിടെയും അല്ലാഹു നോമ്പിന് അവിടെ ആനുകൂല്യം കൊടുത്തു. എന്നാ സഹോദരങ്ങളെ, ഹജ്ജിന്റെ വിഷയം നിങ്ങൾ നോക്ക്. അവന് പോകാൻ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവന് ഒത്തുവരുമ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അവന് യാത്രാ സൗകര്യം, അവന്റെ ആരോഗ്യം, അവന് സമ്പത്ത്, ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അവന് ഹജ്ജ് നിർബന്ധമാവുകയാ. എന്നാ സക്കാത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്. വർഷം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ആനുകൂല്യങ്ങൾ അല്ലാഹു ഒന്നൊന്നായി നമ്മുടെ ഇബാദത്തുകളിൽ തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല യാതൊരു ആനുകൂല്യം തരാത്തൊരു വിഷയം ഏതാണ്? അത് പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹുവേ, ഞാൻ അവനൊരു 10 മിനിറ്റ് പരദൂഷണം പറഞ്ഞോട്ടെ? അനുവാദമില്ല. ഞാൻ എന്തെങ്കിലും അവനെ പറ്റി പറഞ്ഞോട്ടെ? ചില ആളുകൾക്കുണ്ടല്ലോ, അതൊരു ഹോബിയാണ്, എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ആഗ്രഹമുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ പൊടിക്കൈ, ഒരു പൊടിക്കൈ പറഞ്ഞു തരാം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, JCBയുടെ പല്ലുകൊണ്ട് ഈ മാന്തി കൊടുത്താലും നാക്കിന്റെ കടി മാറൂല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതെന്നറിയോ? ഒരിക്കൽ ഒരു മഹാൻ തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഉടൻ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും പറ്റി ജനങ്ങളുടെ മുമ്പ് ചെന്ന് ഞാൻ പറയും. നാട്ടുകാരെ മുഴുവനും വിളിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പ അങ്ങനാണ്, അയാളെ കണി കാണാൻ കൊള്ളൂല, അയാള് പ്രശ്നക്കാരനാണ്, എന്റെ ഉമ്മ അങ്ങനാണ്, എന്റെ ഭാര്യ ഇങ്ങനാണ്, എന്റെ മക്കൾ അങ്ങനാണ് എന്ന് സ്വന്തക്കാരെ പറ്റി ഞാൻ പറയും എന്നാ മഹാൻ പറഞ്ഞു. അപ്പൊ കൂടെ നിന്നവര് ചോദിച്ചു, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പൊ എന്താ ഈ മഹാൻ പറഞ്ഞെന്നറിയോ? എടോ, നീ കേട്ടിട്ടില്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്, നമ്മൾ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ അമലുകളെല്ലാം എടുത്ത് അള്ളാഹു അവർക്ക് കൊടുക്കും, അല്ലേ? നമ്മുടെ അമലുകളും സകലതും എടുത്ത് അള്ളാഹ് അവർക്ക് കൊടുക്കും. എന്നിട്ട് തീർന്നു, നമ്മുടെ അമലുകൾ തീർന്നു എന്ന പറഞ്ഞത് ഇനിയും ബാക്കി കിടക്കുകയാണ്. നീ എന്താ ചെയ്യാ? ആ പറയപ്പെട്ടവന്റെ സകല തിന്മകളും എടുത്ത് അള്ളാഹു നമ്മളെ തലയിൽ വെച്ച് തരും. ഇത് സഹീഹായ ഹദീസാണല്ലോ. അപ്പൊ ഈ മഹാൻ ചോദിക്കാൻ, ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഓടി പിടച്ച് എന്റെ ജീവിത യാത്രകളിൽ ഒരു വഖത്ത് മുടങ്ങിയിട്ടില്ല, റവാത്തിബ് മുടക്കിയിട്ടില്ല, ഞാൻ ചൂടുള്ള ദിവസങ്ങളിൽ പോലും നോമ്പ് ഒഴിവാക്കിയിട്ടില്ല, ത്യാഗം ചെയ്ത് ഞാൻ ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്തിനു നാട്ടുകാർക്ക് കൊടുക്കണം? അത് കൊടുക്കുന്നെങ്കിൽ കിട്ടുന്നെങ്കിൽ എന്റെ വാപ്പാക്ക് തന്നെ ഇരിക്കട്ടെ.
എന്റെ നിസ്കാരവും നോമ്പും ഒക്കെ ആർക്കിരിക്കണം? എന്റെ ഉമ്മാക്കിരിക്കട്ടെ. രക്ഷപ്പെടണമെങ്കിൽ അവര് രക്ഷപ്പെട്ടോട്ടെ, നാട്ടുകാരെന്തിനാ രക്ഷപ്പെടുന്നത്? കിട്ടുന്നെങ്കിൽ എന്റെ ഉമ്മച്ചിക്ക് ഇരിക്കട്ടെ, എന്റെ വാപ്പയ്ക്ക് ഇരിക്കട്ടെ. ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് ഞാൻ പറയണമെന്ന് എനിക്ക് മനസ്സ്, ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയണമെന്ന് എനിക്കൊരു മോഹം തോന്നിയാൽ ഞാൻ വാപ്പായെ പറ്റി എല്ലാവരോടും പറഞ്ഞു നടക്കും. അതാണ് ഇതിനൊരു പരിഹാര മാർഗം. നമ്മള് ഒരാളെ പറ്റി ഒന്നും പറയണ്ട. അല്ലാഹു തആല ഒരു ആനുകൂല്യവും നമുക്ക് ആ വിഷയത്തിൽ തന്നിട്ടില്ല. ഒരാളെ പറ്റി പറയാനുള്ള ആനുകൂല്യവും നമുക്ക് അല്ലാഹു തന്നിട്ടില്ല. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ അതോട് ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുകയാ. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ആ നമസ്കാരത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ട്, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവന് നരകമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്? സമയത്ത് നിസ്കാരമില്ലാത്തവന് അല്ലാഹു കൊടുക്കുന്ന നരകം തന്നെയാണ്. നിസ്കാരത്തിൽ അലംഭാവമുള്ളവന് അല്ലാഹു കൊടുക്കുന്ന നരകം തന്നെയാ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ യാതൊരു സൂക്ഷ്മതയും ഇല്ലാത്തവൻ അല്ലാഹു കൊടുക്കുന്നത് നരകമാ. അതും വൈൽ എന്ന് പറയുന്ന നരകമാണ്. എന്താണ് വൈൽ എന്ന നരകത്തിന്റെ പ്രത്യേകത അറിയോ? ഓരോ നരകത്തിനും അല്ലാഹു തആല പ്രത്യേകം പദവികൾ കൊടുത്തിട്ടുണ്ട്. വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത എന്താ? ഈ വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത, ആ സ്ഥലം പോലും അല്ലാഹുവിനോട് ദിവസവും കാവല് തേടുകയാണ്. ആ സ്ഥലം അല്ലാഹുവിനോട് കാവല് തേടുന്നു. റബ്ബേ, ചൂട് താങ്ങാൻ പറ്റുന്നില്ല, അതിന്റെ വല്ലാത്ത വേദന എനിക്കുണ്ട് എന്ന് ആ നരകമെന്ന ആ വൈലെന്ന് പറയുന്ന പ്രദേശം തന്നെ അല്ലാഹുവിനോട് പരാതി പറയുന്ന, പടച്ചവനോട് കേണപേക്ഷിക്കുന്ന അവസ്ഥയാണത്രേ. അത്രയും കഠിനമായ കഠോരമായ ചൂടാണ്, അത്രയും വലിയ നാശമായ ആ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ. അതാർക്കാണ് പെങ്ങളെ അല്ലാഹു കൊടുക്കുന്നതെന്നറിയോ? അലംഭാവത്തോടെ നിസ്കാരം നിർവഹിക്കുന്നവര്, നിസ്കാരത്തിൽ മടിയുള്ളവര്, നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവന്, അല്ലാഹു പറഞ്ഞ നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് മാറിയിട്ടതിനെ ഒഴിവാക്കുന്നവര്, അവന് നരകമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തുന്നില്ല. അല്ലാഹു ആ വൈലെന്ന നരകം കൊടുക്കുന്നത് നിസ്കാരമില്ലാത്തവന് മാത്രമല്ല, പിന്നെ ആർക്കാണ്? അല്ലാഹു പറയുന്നു, പരോപകാര സാധനങ്ങൾ കൊടുക്കാത്തവർക്ക്. എന്റെ സഹോദരിമാരെ നന്നായിട്ട് കേട്ടോളി. അപ്പുറത്തെ വീട്ടിലെ ഏതോ ഒരു ഗസ്റ്റ് വന്നു. ആ സമയത്ത് ആ ഗസ്റ്റ് വന്നപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ അധികം ആളുകൾ വന്നപ്പോ അവർക്കും കൂടി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ പാത്രം അവരുടെ വീട്ടിലില്ല. ആ പാവപ്പെട്ട സ്ത്രീ വന്നിട്ട്, നമ്മുടെ വലിയ കൊട്ടാരമല്ലേ, എല്ലാ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പാത്രം ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നിസ്സാരമായ ഒരു പാത്രം, നമുക്ക് യാതൊരു നഷ്ടമില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് പറയാണ്, അങ്ങനത്തെ ഒരു പാത്രം ഇവിടെ ഇല്ലടി, ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ. അള്ളാഹുവിന്റെ ഖുർആൻ യാതൊരു മറയില്ലാതെ പറയട്ടെ, അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഫവൈൽ, അവൾക്കും നരകമാണ്. നമ്മൾ കരുതി എന്താ? കള്ളു കുടിക്കുന്നവന് നരകം, പലിശ വാങ്ങുന്നവന് നരകം, അല്ലേ, പരദൂഷണം പറയുന്നവന് നരകം. അല്ല പെങ്ങളെ, അല്ല. പരോപകാര സാധനങ്ങൾ തടയുന്നവർക്ക് അത് പാത്രമെന്നല്ല മുഫസ്സിരീങ്ങൾ അതിന് ഉദാഹരണം കൊടുത്തത്. എന്താണെന്നറിയോ? ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് തേടി വന്നു നമ്മുടെ വീട്ടിന്റെ അയൽവാസി, ഒരു സ്പൂണിങ് തരുവോ? അല്ലെങ്കിൽ ഒരു സൂചി, എന്തെങ്കിലും ഒരു വസ്ത്രത്തിൽ ഒരു കേടുപാട് സംഭവിച്ചപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു സൂചി, ഒരു നൂല്, ഇത് ചോദിച്ചിട്ട് വരുമ്പോ ഒരു പെണ്ണ് നമ്മളടുത്ത് ചോദിച്ചു, ഒരു ചെറിയ പേപ്പർ നമ്മളടുത്ത് ചോദിച്ചു. കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ലാത്തൊരു സംഗതിയാണ്. അത് നമ്മളെ തടഞ്ഞു വെച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫവൈലുൻ, അവന് നരകമാണ്.
എന്താ കരുതിയത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിമ്പിളാന്നാ കരുതിയത്. ഇന്ന ദീന യുസുറൻ, അള്ളാഹുവിന്റെ ദീന് സിമ്പിൾ തന്നെയാ. പക്ഷേ അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം. ഇതൊക്കെ നമുക്ക് കഴിയുന്നതാണ്. ഒരാൾ വന്നിട്ട് നമ്മളൊക്കെ ഓഫീസിലൊക്കെ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, ഒരു പെണ്ണുങ്ങരോ ഒരു സൈൻ ചെയ്തിട്ട് അങ്ങ് തരാം. നമ്മൾ പറയാണ്, ആ ഇല്ല മഷിയില്ല, ഇത് കുറെ ദിവസം കൊണ്ട് തെളിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ല. എന്താ നഷ്ടപ്പെടുന്നതെന്നറിയോ? അവന്റെ ഉദ്യോഗം ചിലപ്പോൾ നഷ്ടപ്പെടാം, അവന്റെ മകൾക്ക് കിട്ടാനുള്ള സമ്പത്ത് നഷ്ടപ്പെടാം, അവന്റെ ഭാര്യയ്ക്ക് ആനുകൂല്യം കിട്ടേണ്ടത് തടയപ്പെടാം. ആ ഒരു സൈൻ സമയത്ത് നടക്കാത്തതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണല്ലോ. ഇവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് തങ്ങളെ കൈവിട്ട് കൊടുത്ത് തങ്ങളൊരു ഒപ്പിട്ട് ഇങ്ങോട്ട് വാങ്ങി വേറൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ അവന് 50,000 രൂപ കിട്ടേണ്ടതാണ്. പറയുന്ന എന്താ ഉദ്യോഗസ്ഥര്? ഓ എന്റെ പൊന്നമ്മോ, ഓരോ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ തലക്കനം വല്ലാത്തൊരു തലക്കനോ. അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങ് നോക്കിയിട്ട് വളരെ അധികാരം കയ്യിലുള്ളപ്പോ അങ്ങനെയാണല്ലോ. ഒരു 10-ാം തീയതി കഴിഞ്ഞിട്ട് വായോ, സിമ്പിളാണ്. എടുത്ത് അപ്പുറത്തെ മേശയിലിട്ടിട്ട് അവിടെ ഇരിക്കുന്ന ആളിനെ കൊണ്ട് ഒരു സൈൻ വാങ്ങി ഇപ്പുറത്തേക്ക് കൊടുത്ത് അതിനൊരു സീലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം തീർന്ന്. നമ്മൾ കയറണ്ട, ഇറങ്ങണ്ട, ഓടണ്ട, പേടിക്കണ്ട, ഒന്നും വേണ്ട. അത് ചെയ്തു തരാനുള്ളൊരു മനസ്ഥിതി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവരെന്താ പറയുന്നത്? പോയിട്ട് വാ, 10-ാം തീയതി കഴിഞ്ഞു വാ, അപ്പോഴേക്ക് ശരിയാക്കി വെക്കാം. ഈ ഫയല് ഇവിടുന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന ടേബിളിലേക്ക് പോകാൻ 10 ദിവസം കഴിയും. അതെങ്ങനെയാണ്? 10ന്റെ നവം വരും. എന്നിട്ട് എന്റെ ഫയല് നീങ്ങിയോന്ന് ചോദിക്കും. ആ നിങ്ങളുടെ ഫയൽ നമ്പർ എത്രയാ? ഇത്ര. ആ അതാ ഇരിക്കുന്നു. ശരി നിങ്ങൾ പോയി പുറത്തിരുന്നോ, ഞാൻ ഇപ്പൊ വിളിക്കാം. അപ്പോഴാണ് എടുത്ത് അപ്പുറത്തിട്ട് കൊടുക്കുന്നത്. അപ്പോഴൊപ്പിട്ട് തരും. ഈ 10 ദിവസം എന്തിനാ കാത്തിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോൻ ഇങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോകുമ്പോ ന്യായമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോനെ ഇവൻ എങ്ങനെയെങ്കിലും എന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ എന്ന് ചിന്തിച്ച്. മനുഷ്യനാണല്ലോ നമ്മള്, വിട്ടുവീഴ്ചയൊക്കെ നല്ലതാ. ചിലപ്പോ പെട്ടുപോകും സഹോദരങ്ങളെ. ചില സമയത്ത് അങ്ങനെയാണ്. ഒരു അക്ഷരം അതാ വായി നോക്കി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കും. പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടത് മൊത്തം നമ്മളാ. അതിന്റെ പിന്നാലെ നടക്കേണ്ടത് നമ്മളാണ്. ആ നിലയില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് ഒരു ജസ്റ്റ് ആ പെണ്ണൊന്ന് തരുവോ എന്ന് ചോദിക്കുമ്പോ അതിനെ നിഷേധിക്കുന്നവൻ അള്ള കൊടുക്കുന്ന ഗിഫ്റ്റ് വൈൽ എന്ന് പറയുന്ന നരകമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.